അത്യുഗ്രമായ ഒരു ഉജ്ജ്വലൻ ട്രാൻസ്ഫോർമേഷനിലൂടെ വില്ലിന്റെ യഥാർത്ഥ കഴിവ് അവനുൾപ്പെടെ നമ്മളും ആദ്യമായി തിരിച്ചറിഞ്ഞ ഒരു പീക്ക് മൊമെന്റ്. ഹലോ ചങ്ങന്മാരെ, ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വീണ്ടും ഹോക്കിൻസിൽ ചെല്ലുമ്പോൾ തൂക്കിയടി സിറ്റുവേഷനിൽ അന്തം വിട്ടു നിൽക്കുവാണ് സകലരും. താൻ ഏറെ ഭയപ്പെട്ടിരുന്ന എന്തോ അതിന്റെ അത്രയും തന്നെ അതിശക്തനാണ് താനെന്നുള്ള തിരിച്ചറിവിൽ നിൽക്കുന്ന വിൽ ബയേഴ്സ്. വെഗ്നയെ നേരിട്ട് ആ നിമിഷങ്ങൾ അവന്റെ മണ്ടയ്ക്കുള്ളിൽ ഓടിയിട്ടേർക്ക് ലോകത്തെ റീഷേപ്പ് ചെയ്യാനുള്ള പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. തളർത്താനും കൺട്രോൾ ചെയ്യാനും വളരെ എളുപ്പമായത് കുട്ടികളെ ആയതുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തു എന്ന കാര്യം അറിയിച്ചതേക്കുറിച്ചുമല്ല. വില്ലിന്റെ പവർ നേരിട്ട് കണ്ട ജോയ്സും മൈക്കും അവൻ്റെ അടുക്കലേക്ക് ആശ്ചര്യത്തോടെയും അമ്പരപ്പോടെയും ഓടി വന്ന് പിടിക്കുമ്പോൾ ഈ നടന്ന കാര്യങ്ങൾ അറിയിച്ച് നമ്മൾ തോറ്റുപോയതേ പറയുന്നുണ്ട്. കാരണം രക്ഷിക്കാൻ ശ്രമിച്ച കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. വില്ലിന്റെ ഈ പ്രവൃത്തി നല്ലോണം വൈകിപ്പോയെന്നുള്ള നിരാശയാണ് അവനെ. മിലിറ്ററി ഹെലികോപ്റ്ററുകൾ പാഞ്ഞു വരുന്ന ശബ്ദം കേട്ട് മൂവരും തിരികെ ടണലിലൂടെ റേഡിയേഷനിലേക്ക് ഓടുമ്പോൾ അപ്സൈഡ് ഡൗണിൽ മീതിയുള്ള കുട്ടികൾ കൂടി എത്തുന്നതോടെ 12 ആ സ്പൈറൽ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഡെറിക് ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്തേക്ക് ആ വിഷം കുത്തി കയറ്റുന്നതും പിന്നെ ഹെൻറിയുടെ മനോഹരമായ ഫേക്ക് മെമ്മറിയിലേക്കും മെന്റൽ പ്രിസൺ. അവരെല്ലാം കൊണ്ട് ക്രീൽ ഹൗസിലേക്ക് എത്തിച്ച് ഹോളിക്ക് കമ്പനി എത്തിയെന്ന പോലെ സന്തോഷം കാട്ടുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഏകദേശം പിടികിട്ടിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാം. ദൂരെ കാട്ടിൽ നിന്നതെല്ലാം മാക്സ് കണ്ട് പ്രശ്നം എത്ര ഗുരുതരമായിരിക്കുന്നു എന്ന് അറിയുമ്പോൾ ഹെൻറി ഈ കുട്ടികളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നോ. നമ്മുടെ ഈ ഹോക്കിൻസിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഒരു വലിയ നീശക്തി രൂപം കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പല ഡയമെൻഷനിലൂടെയും സഞ്ചരിക്കുന്ന താൻ ഭൂമി പോലെ മനോഹരമായ മറ്റൊരു ലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഇരുട്ടും പിശാചുകളുമില്ലാത്ത ഒരു തിളക്കമാർന്ന ലോകം. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നിങ്ങളെല്ലാം സ്പെഷ്യലാണെന്നും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അത്ഭുത ശക്തികളുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇരുട്ടിൻ്റെ മറന്നീക്കി ആ വെളിച്ചത്തിലേക്ക് ചേക്കേറാമെന്നും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഒരു ഹീറോയെ പോലെ രക്ഷിക്കാമെന്നും പറയുന്നത് കുട്ടികൾക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യവും. എന്നാൽ ഇടയ്ക്ക് ഹോളി ചോദിക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ ഹെൻറി മറ്റു കുട്ടികളെ തേടി വീട് വിട്ടു പോകുമെന്ന്. കാരണം ആ ഗ്യാപ്പിൽ അവൾക്ക് വീണ്ടും കാട്ടിലേക്ക് പോയി മാക്സുമായി രക്ഷപ്പെടാൻ ശ്രമിക്കാനാണ്. നിർഭാഗ്യവശാൽ ഹെൻറി ഇനി എവിടേക്കും പോകില്ല. മാത്രമല്ല നാളെ തന്നെ എല്ലാം നമ്മൾ തുടങ്ങുവാണ് എന്നും അറിയിക്കുന്നു. ഡെറിക്കിനും ഇതൊന്നും സുഖമായി തോന്നുകയില്ല. നമ്പർ 8, കാലിയെ വീണ്ടും കണ്ടുമുട്ടിയത്. അത് മിലിറ്ററിക്കാരുടെ കൺട്രോൾ സോണായ മാക്സിയിൽ ലോക്കാക്കി വെച്ചിരിക്കുന്നതായി കണ്ടത് എല്ലാവരും ഒരു വൺ ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു. എന്തായാലും ഹോപ്പറുമൊത്ത് മറ്റു മിലിറ്ററിക്കാർ എത്തും മുന്നേ കാലിയെ സേഫാക്കി ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. അറിയാനൊരു 100 കാര്യങ്ങളുണ്ട് അവരുടെ കാര്യത്തിൽ. എലവനെയും ഹോപ്പറേയും തേടിയെത്തുന്ന ഡോക്ടർ കെയും സംഘവും കാലിയെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഫെസിലിറ്റി വരെ കടന്നതായി മനസ്സിലാക്കി എന്തായാലും അവർ അധികം ദൂരം പോയിട്ടുണ്ടാകില്ലെന്ന് പെട്ടെന്ന് അന്വേഷിക്കാൻ വീഴുന്നു. നോക്കുമ്പോൾ കാലി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് അവളുടെ പവറായ ഇല്യൂഷൻ വെച്ചുണ്ടാക്കിയ ഒരു ഫേക്ക് വിഷ്വലാണെന്ന് മനസ്സിലാക്കാൻ കേക്കൊട്ടും സമയം വേണ്ടി വരുന്നില്ല താനും. മാക്സിൽ നിന്ന് വളരെ ദൂരത്തായതോടെ കാലിക്കും ആ ഇല്യൂഷൻ നിലനിർത്താനുള്ള എബിലിറ്റിയും ഇല്ലാതായി. അങ്ങനെ അവർ എത്തി നിൽക്കുന്നത് ഒരു പള്ളിക്കടുത്താണ്. ഡസ്റ്റിനും നാൻസിയും ജുനാഥനും സ്റ്റീവും അവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് വണ്ടി അവിടെ ചവിട്ടുന്നത്. പക്ഷേ അതിനു മുൻപ് എലവന് കുറച്ച് ചോദിക്കാനുണ്ട് ഹോപ്പറിനോട്, അതും നല്ല ദേഷ്യത്തോടെ. വെഗ്നയെ കണ്ടെത്തുക, തിരിച്ചെത്തുക, അതായിരുന്നു ഹോപ്പറിൻ്റെ അപ്സൈഡ് ഡൗണിലേക്ക് കിടക്കുമ്പോഴുണ്ടായിരുന്ന പ്ലാൻ. പക്ഷേ ഇപ്പോൾ കുറച്ചു മുന്നേ നടന്നതെന്താ? മിലിറ്ററി ഫെസിലിറ്റിയായ മാക്സിയിൽ ഡൈനാമിറ്റും ഘടിപ്പിച്ച് സ്വന്തം ജീവൻ വെടിയാൻ നിന്നതാണ്. അതായത് വ്യക്തി ഉൾപ്പെടെ കൊന്ന് ചാവേറാവാനുള്ള വഴിക്ക് നിന്നതാണ്. പക്ഷേ ആ സ്ഥാനത്ത് കാലിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഹോപ്പർ ഇപ്പോൾ ജീവനോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അയാൾ സ്വയം തീരാൻ നിന്നതായിരുന്നു. എലവൻ നല്ല ദേഷ്യമുണ്ട് ഹോപ്പറെ കാണിച്ചതിന്. എന്നാൽ അവിടെ വേറെ തലവേന ഡസ്റ്റിനെയും കൂട്ടരെയും കാണാനില്ല. അവിടെ തന്നെ നിൽക്കാനൊരിക്കൽ പറഞ്ഞിരുന്ന അവർ ഇപ്പോൾ ഹോക്കിൻസ് ലാബിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാത്തിൻ്റെയും തുടക്കങ്ങളിൽ ഒന്നായ ആ ലാബ്. മുൻപ് ഡസ്റ്റിൻ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് ആ മാംസം പോലുള്ള വാൾ ഓഫ് ഫ്ലഷ് ഒരു സർക്കിളാണെന്നും ഈ അപ്സൈഡ് ഡൗൺ ലോകത്തെ മൊത്തത്തിലായി കവർ ചെയ്തിരിക്കുകയാണ് ഈ വോൾ. ഒത്ത സെൻട്രലായി ഹോക്കിൻസ് ലാബുള്ളതായും കണ്ടെത്തിയപ്പോൾ അവിടേക്ക് അവർ എന്തെങ്കിലും പിടിവള കിട്ടുമോ എന്നറിയാൻ വേണ്ടി എത്തിയതാണ്. വെഗ്ന അതിൻ്റെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് വെച്ച് നിർമ്മിച്ചെടുത്ത ഒരു ബാരിയറാണ് ഇതെന്നാണ് ഡസ്റ്റിൻ കരുതുന്നത്. അതിനർത്ഥം ആ മാംസഭിത്തിക്കപ്പുറം എന്തോ പ്രധാനമായ സംഭവമുണ്ട്. ഭിത്തി തകർത്താൽ അപ്പുറം കിടക്കാം, ഹോളിയെ കണ്ടെത്തുകയും ചെയ്യാം, ഒപ്പം വെഗ്നയും. ഈ ഒരു സർക്കിൾ ഷീൽഡിനെ ജനറേറ്റ് ചെയ്യുന്ന പവർ ഈ ഹോക്കിൻസ് ലാബിൽ എവിടെ ഉണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ ആ ലാബിൽ ഷീൽഡ് ജനറേറ്റർ നോക്കി ഇറങ്ങുമ്പോൾ ശരി അത് കണ്ടായെങ്കിരിക്കും എന്ന് സ്റ്റീവ് പുച്ഛഭാവത്തോടെ ചോദിക്കുന്നുണ്ട്. അത് ഞാനെങ്ങനെ അറിയാനാണെന്ന് എടുത്തടിച്ച് പോലെ ഡസ്റ്റിനും പോകുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റീവിന് ഡസ്റ്റിൻ്റെ കണ്ടുപിടുത്തങ്ങളും നിർദ്ദേശങ്ങളും അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നാണ് സത്യം. ലാബിൽ സ്പ്ലിറ്റായി തെരച്ചിൽ നടത്താമെന്ന് തീരുമാനിക്കുമ്പോഴും സ്റ്റീവ് പറയുന്നുണ്ട് ഡസ്റ്റിൻ്റെ കൂടെ പോകണമെന്ന്. ഇത് കേൾക്കുന്ന ജൊനാഥനാകട്ടെ ഇത് നാൻസിയുമായിട്ട് അവന് പോകാൻ വേണ്ടി പുതിയ അടവിറക്കുന്നതാണെന്നുള്ള പോലത്തെ സംസാരവും. പാവത്തിന് ഒരു സൗകര്യവുമില്ല. ഷീൽഡ് ജനറേറ്ററിൻ്റെ തെരച്ചിൽ അവിടെ പുരോഗമിക്കുമ്പോൾ റിയൽ ഹോക്കിൻസ് ടണലിലൂടെ പോകുന്ന മൂവരും ലൂക്കസിനെ ആവശ്യ നിലയിൽ കണ്ടെത്തുമ്പോൾ ഇത്തിരി പ്രശ്നമാണ്. അവൻ്റെ നെഞ്ചത്ത് നല്ലൊരു കീറ്റലുണ്ട്. അത് ഫസ്റ്റ് എയ്ഡ് വെച്ച് തൽക്കാലത്തേക്ക് കെട്ടി റേഡിയേഷനിലേക്ക് പോകവേ അവനും മനസ്സിലാക്കുന്നു വില്ലിൻ്റെ അമാനുഷികതയെപ്പറ്റി. ലൂക്കസ് കുട്ടികളെ സംരക്ഷിക്കാൻ ധീരമായി ശ്രമിച്ചത് വില്ലിന് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു ഡെമോഗോർഗൻ്റെ കണ്ണിലൂടെ. തരിച്ചു നിൽക്കെ മോൺസ്റ്റേഴ്സ് എല്ലാം ഒടിഞ്ഞു പറഞ്ഞു വീണത് വില്ലിൻ്റെ കഴിവാണെന്നറിയതും അപ്പോൾ കൂട്ടത്തിൽ എലവനെ പോലെ അടുത്ത സൈക്കിക് എബിലിറ്റിയുള്ള ഒരാളെത്തിയെന്നുള്ള ആഹ്ലാദം ലൂക്കസിന്. മൈക്ക് ആത്തറിൽ പറയുന്നത് അവനൊരു മാന്ത്രികനാണെന്നാണ്. പക്ഷേ വില്ലിന് പറയാനുള്ളത് കൂടി കേൾക്കണ്ടേ? അവനൊരിക്കലും എലവനെ പോലല്ല.
വെഗ്നയുടെ പവറാണ് അവൻ പകർന്നുപയോഗിച്ചത്. അതും ആ സമയത്ത് പവർ ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഹൈവ് മൈൻഡുമായി കണക്ഷൻ ഉണ്ടായതുകൊണ്ടും. കുട്ടികളെല്ലാം വെഗ്നെ പിടിച്ചുകൊണ്ടുപോയി അയാളുടെ ഉദ്ദേശത്തിൻ്റെ വെസൽ ഒരു പാത്രമാക്കാൻ പോവുകയാണെന്ന് പറയുന്നതും ലൂക്കസിന് മൈക്കിന് ഞെട്ടൽ. കാരണം ലൂക്കസിൻ്റെ ഒരു തിയറി അല്ലായിരുന്നോ മുന്നേ ഹോസ്പിറ്റലിൽ വെച്ച് കേട്ട പോലെ വില്ലിനെ പിടിച്ചുകൊണ്ടുപോയത് അന്ന് നവംബർ 6-നാണ്, ഹോളിയോ ഇപ്പോൾ 3-ാം തീയതിയും. അപ്പോൾ നിർണായകമായി എന്തോ സംഭവിക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന നവംബർ 6-നാണ് എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കി ലോകം പുനർനിർമ്മിക്കുന്നത് 3 ദിവസത്തിനുള്ളിലായിരിക്കണം. ദാറ്റ് മീൻസ് തിയറി ശരിയാണെങ്കിൽ ഇനി ഒട്ടും സമയം കളയാനില്ല. അങ്ങനെ അവർ നടക്കുമ്പോൾ ജോയ്സിന് വില്ലിൻ്റെ ഈ ശക്തി വെച്ച് വെഗ്നയെ നേരിടാൻ കഴിയില്ല എന്നുള്ള സംശയമാണ്. ഒരിക്കൽ കൂടി ഇതേപോലെ ഹൈവ് മൈൻഡിൻ്റെ സ്വാധീനത്തിലെത്തിയാൽ ഈ പവർ വില്ലിൽ വരും. അത് വെച്ച് വെഗ്നയെ നശിപ്പിച്ചുകൂടി. ഒരു ഭീരുവും തളർത്താൻ എളുപ്പം കഴിയുന്ന ഒരു വീക്ക് മൈൻഡാണ് വില്ലിൻ്റെ എന്ന് വെഗ്ന കരുതിയിരിക്കുന്നത് വെറും തെറ്റിദ്ധാരണയാണെന്ന് അവന് കാണിച്ചു കൊടുക്കണം മോനെ എന്നൊരു വലിയ മോട്ടിവേഷനും. ക്രീൽ ഹൗസിൽ ഇത് ആഘോഷദിനം. സകല കുട്ടികളും ആടിപ്പാടി കളിച്ച് TV കണ്ടൊക്കെ നല്ലോണം ആസ്വദിക്കുകയാണ്. പാവം അവരാരും അറിയുന്നില്ലല്ലോ വരാൻ പോകുന്ന വിപത്തിനെ പറ്റി. ഹോളിക്കാണെങ്കിൽ ഒട്ടും ഇരിക്കപ്പെടുത്തിയില്ല. നാളെ തന്നെ എന്തോ തുടങ്ങാൻ പോവാണെന്ന് ഹെൻറി മാമൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മാക്സിനെ അറിയിക്കണം. പക്ഷേ വീട്ടിൽ ഹെൻറിയുള്ള സമയത്ത് കാട്ടിലേക്ക് വന്ന് തന്നെ കാണരുതെന്നുള്ള കർശന നിർദ്ദേശമുണ്ട് മാക്സിൽ നിന്ന്. ഹോളി എന്ത് ചെയ്യുന്നു? അവൾ ആരെങ്കിലും കാണുന്ന നോക്കി പമ്മി പതുങ്ങി കാട്ടിലേക്ക് വന്ന മാക്സിനെ കണ്ട് റിസ്ക് എടുത്ത് വന്നതിൻ്റെ വഴക്ക് കേട്ട് കാര്യം പറയുന്നു. ഭൂമിയെ രക്ഷിക്കണമെന്നും എല്ലാവരെയും വേറെ ലോകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ല ഉൾപ്പെടെ. അയാൾ ഉദ്ദേശിക്കുന്നത് ഭൂമിയെ നശിപ്പിക്കാനാണ്. എത്രയും പെട്ടെന്ന് ഈ മെൻ്റൽ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്ന് നിൽക്കെ ചുറ്റുവട്ടത്തൊരു ശബ്ദം. മെല്ലച്ചെന്ന് നോക്കുമ്പോൾ അത് ഡെറിക്കാണ്. അവനും ചിലതൊക്കെ അറിയാവുന്നതുകൊണ്ട് മറ്റു കുട്ടികളെ പോലെ ഹെൻറിയുടെ വാക്കിൽ വീണിട്ടില്ല. അങ്ങനെ ഇവർ അവനുമായി സംസാരിക്കുന്നതിലൂടെ റിയൽ വേൾഡിൽ നാൻസിക്കും ലൂക്കസിനും മൈക്കിനും മറ്റുള്ളവർക്കും ഒപ്പമെല്ലാം ചെക്കൻ നിന്ന് പണി നടത്തി വരുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഹെൻറി വെഗ്നയാണെന്നും ഡെറിക്കിനറിയാം. അവനും അവർക്കൊപ്പം കൂടി രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ ഹെൻറി ചുറ്റിപ്പറ്റിയുള്ള സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ ഇവിടുന്ന് മാറിയാൽ മാത്രമേ അത് നടക്കൂ. അതിന് ഹോളി ഡെറിക്കിനെ വെച്ചൊരു ബുദ്ധിക്ക് അവനെ പുകഴ്ത്തി സെറ്റാക്കുമ്പോൾ റേഡിയോ സ്റ്റേഷനിലേക്ക് തിരികെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ക്ഷീണവും പരിക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ ടൈമില്ല. അതാണ് പ്രശ്നം. ഇവിടെ ജോയ്സ് വില്ലിനെ വീണ്ടും ഹൈമൈൻഡിലേക്ക് എത്തിച്ച് വെഗ്നയുടെ പവർ ഉപയോഗിക്കാനുള്ള സാഹചര്യം വരുത്തി ആ പിശാചിനെ തന്നെ സംഹരിക്കാനുള്ള ഒരു പ്ലാൻ ഇടാൻ ഗ്രൂപ്പിനോട് പറയുന്നുണ്ട്. ഒരു സമയത്ത് ഹൈമൈൻ്റെ അടുത്തേക്ക് പോയേക്കരുത് എന്ന് താക്കി നൽകിയ മമ്മിയാണിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഓർക്കണം. വില്ലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീക്വൻസിനെ എല്ലാവരും പുകഴ്ത്തി ആദ്യം തന്നെ വിഷപകറ്റാൻ നിൽക്കുമ്പോൾ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. അപ്സൈഡ് ഡൗണിലുള്ള സംഘത്തെ സ്പോട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രാക്കറിനെ വീണ്ടും നിർമ്മിക്കണം. ചിലപ്പോൾ അവർ വെഗ്നയുടെ അടുത്താണെങ്കിൽ അങ്ങനെയും അറിയാൻ സാധിക്കും. മൈക്ക് പറയുന്നത് ആ ട്രാക്കർ നിർമ്മിച്ചത് അന്ന് ഡസ്റ്റിന് ഒറ്റയ്ക്കാണ്. അവനില്ലാതെ ഇപ്പോൾ ഉണ്ടാക്കാനാണെങ്കിൽ ദിവസങ്ങളെടുക്കും. അതിന് സമയവുമില്ല. അങ്ങനെ എന്തായാലും എനർജി കയറ്റുന്ന വഴിക്ക് അനിയത്തിയും ചേട്ടനും 2 ബുദ്ധിയുമായി എത്തുന്നത് സിറ്റുവേഷനൊരു സമാധാനമാണ്. എറീക്ക അവിടെയുള്ള ഡസ്റ്റിൻ്റെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടിട്ട് സംസാരിക്കുന്നത് അവനെ എല്ലാം പഠിപ്പിച്ച ഒരു മെൻറ്റർ ക്ലാർക്ക് ഹോക്കിൻസിലുണ്ട്. ആളൊരു ബുജിയാണ്. ക്ലാർക്കിനെ കണ്ടെത്തിയാൽ ഒരു പുതിയ ട്രാക്കർ നിർമ്മിക്കാം. ഗുഡ് ഐഡിയ, പക്ഷേ സമയമെടുക്കും. സമയം കുറച്ച് മതിയെന്നുള്ള ലൂക്കസിൻ്റെ വൾബോ. മാക്സിൻ്റെ സഹോദരനായ ബില്ലി ഓർമ്മയില്ലേ? മൈൻഡ് ഫ്ലെയറിൻ്റെ കണിയിലായ ബില്ലി. മുമ്പൊരിക്കൽ അവനിലെ ആ പാർട്ടിക്കിൾസിനെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് ഇവർ നല്ല രീതിക്ക് ഇലക്ട്രിസിറ്റി അവനിലേക്ക് കടത്തിവിട്ടിരുന്നു. ഇപ്പോൾ അതുപോലെ സെയിം പാർട്ടിക്കിൾസുള്ള ചത്തെടുക്കുന്ന ഡെമോഗോർഗൺസിലേക്ക് വൈദ്യുതപ്രഹാരം നടത്തിയാൽ അവറ്റകളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാം. ഒപ്പം വില്ലിന് ഹൈ മൈൻഡുമായി വീണ്ടും കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യാം. 50,000 വാട്ട്സിൻ്റെ ഒരു ടവർ തന്നെ കസ്റ്റഡിയിലുള്ളപ്പോൾ അത് നിസ്സാരം. പക്ഷേ ചത്ത ഡെമോഗോർഗൺസിനെ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്ത് മണ്ടത്തരമാണ്. ഒടുവിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. 2 വഴി നോക്കുക തന്നെ, അല്ല പിന്നെ. വെഗ്നെ കിട്ടിയെന്ന വിശ്വാസത്തിൽ നിൽക്കെ ആ സ്ഥാനത്ത് കാലിയെ കണ്ടത് അപ്രതീക്ഷിതമായ ഒന്ന് തന്നെയായിരുന്നു. കാലം എത്രയായിട്ടും കാലിയെ കണ്ടുപിടിക്കാൻ എല്ലാവരും മനഃപൂർവ്വം ശ്രമിക്കാതിരുന്നതാണ്. അഥവാ അരുതാത്ത എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. കാലിയുടെ മനസ്സ് നോക്കിയാൽ എലോനിപ്പോൾ കൊല്ലാൻ നോക്കി നടക്കുന്ന ഹെൻറിയെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെ അവൾക്കും അറിയായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം ഒഴിച്ച് മരിച്ചെന്നായിരുന്നു കരുതിയത്. ഒടുവിൽ മിലിറ്ററിയുടെ മാക്സിസോണിൽ എത്തിയാകട്ടെ ഷിക്കാഗോയിലെത്തി പട്ടാളക്കാർ കണ്ടുപിടിച്ച് കൂട്ടാളികളെല്ലാം കൊന്ന ശേഷം പിടിച്ചുകൊണ്ട് വന്നതായിരുന്നു ഡോക്ടർ കെയ്ക്ക് മുന്നിലേക്ക്. പകയോ പ്രതികാരമൊന്നുമല്ല അവരിലുണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ പ്രോജക്റ്റിനായി അവളിൽ നിന്ന് ബ്ലഡ് എടുത്തുകൊണ്ടേയിരുന്നു, നോൺ സ്റ്റോപ്പായി. കാലി ആവശ്യമായി അവളിൽ തന്നെ മരണപ്പെടുമെന്ന് കരുതിയതാണ്. മരിക്കാറായ പോലെ ഭാവിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് കൂടുതൽ വഷളായതേ ഉള്ളൂ. കാരണം പുറത്ത് അവൾ കണ്ടത് അതിഭീകരമായ കാഴ്ചകളായിരുന്നു. ഇതേക്കുറിച്ചെല്ലാം പള്ളിയിരുന്ന് സംസാരിക്കുമ്പോൾ വോക്കി ടോക്കി വെച്ച് ഡസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, എവിടെയെന്നറിയാൻ. ബട്ട് നോ റെസ്പോൺസ്. അവനാകട്ടെ ഇന്നേരം എത്തി നിൽക്കുന്നത് ലാബിലെ കുപ്രസിദ്ധമായ ആ സ്പേസിലാണ്. ടെക്സ്റ്റ് സബ്ജക്റ്റുകളൊക്കെ കൊല്ലപ്പെട്ട് കിടന്നിരുന്ന ആ മുറി. സ്റ്റീവിന് ചൊറി സഹിക്ക് വയ്യാതെ അവനോട് അവിടെ ചുമ്മാ നിന്ന് തോന്നുന്നത് ചെയ്യാൻ പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഈ ഡസ്റ്റിൻ്റെ ചിന്ത തെറ്റാണോ എന്ന സംശയം ജൊനാഥന്. കാരണം ലാബ് മൊത്തം ചത്ത അവസ്ഥയാണ്. ഇവിടെ ഗുണമുള്ള ഒന്നും കിട്ടുമെന്ന് അവന് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് നാൻസിയുമായി സുഖമല്ലാത്ത റിലേഷൻഷിപ്പ് ഇഷ്യൂവിനെക്കുറിച്ച് സംസാരിച്ച് നടക്കവെയാണ് ജൊനാഥൻ ഒരു ലോക്ക്ഡ് മുറിയിൽ നിന്നായി ഒരുതരം ദ്രാവകം പുറത്തേക്ക് വന്ന് കട്ടിയായി കിടക്കുന്നതായി കാണുന്നത്. ഡോർ തള്ളി തുറന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റെയറും അതിൽ മൊത്തം ചോര കലർന്ന ഉറച്ച പെയിൻറ് പോലെ കട്ടിയായി മെഴുകും. എന്താണത്? അവർ മുകളിലേക്ക് കയറുമ്പോൾ ചുറ്റുപാട് കണ്ടിട്ട് എന്തോ വലിയ സ്ഫോടനം നടന്ന പോലുണ്ട്. മെല്ലെ നടക്കുന്നവർ കാണുന്നത് ഭയാനകമായ കാഴ്ചകളാണ്.
പട്ടാളക്കാർ ആ മെഴുകുപോലുള്ള ഉറഞ്ഞ ദ്രാവകത്തിൽ മരിച്ചുറഞ്ഞു നിൽക്കുന്നു. എന്തോ ഭീകരമായി നടന്നിട്ടുണ്ട്. തൊട്ടു മുന്നിലായി റൂഫിലേക്ക് പോകാനുള്ള ഒരു ആക്സസ് ഡോറും. ജൊനാഥൻ ഇതൊക്കെ കണ്ട് തലയിറക്കം വന്ന് നിൽക്കുമ്പോൾ മെൻ്റൽ പ്രസണിൽ ഹോളിയുടെ ബുദ്ധി എന്താണെന്ന് അറിയണ്ടേ? ഡെറിക്കിനെ വെച്ച് മറ്റു കുട്ടികളെ കാണിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുക. ഹെൻറി വിലക്ക് കൽപ്പിച്ചിട്ടുള്ള സ്ഥലമല്ലേ കാട്. ഇവൻ അങ്ങോട്ടേക്ക് തള്ളി പോകുന്നതും കാണുന്ന പിള്ളേർ ഹെൻറി അറിയിക്കും. അതുവഴി അയാൾ പിടിക്കാൻ വരും. ആ തക്കത്തിന് എസ്കേപ്പ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഹോളിയും മാക്സും ശ്രമിക്കുന്നത്. കൃത്യസമയത്ത് മാക്സ് മുമ്പ് എത്തപ്പെട്ട ആ പാറയിടുക്കിലേക്ക് എത്തിപ്പെട്ടാൽ ഹെൻറിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം അത് അയാൾ പേടിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അങ്ങനെ ലദീസ് രണ്ടുപേരും കൂടി എത്തുന്നത് ഹോളി ഈ മെൻ്റൽ പ്രസണിലേക്ക് എത്തിയ ആദ്യ മെമ്മറി സ്പോട്ടിലേക്കാണ്. വിശാലമായൊരു പുൽത്തകിടി. ഇവിടുന്ന് ഓരോ ക്ലൂ കണ്ടെത്തി ട്രേസ് ചെയ്ത് പല പല മെമ്മറിയിലേക്ക് എത്തി ഒടുക്കം വെഗ്ന ഹോളി ഇവിടേക്ക് എത്തിച്ച ആ റൂട്ട് മനസ്സിലാക്കിയാൽ അവർക്ക് രക്ഷപ്പെടാനാകും എന്നാണ് വിശ്വാസം. ക്ലൂ കണ്ടുപിടിക്കാൻ മാക്സിൻ്റെ കാര്യത്തിൽ അന്ന് അവൾ പാടുപെട്ടെങ്കിൽ ഹോളിക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുകയാണ് ഒരു മാജിക്കൽ ഡോർ. അതിലേക്ക് കയറി എത്തുന്നത് അവളുടെ ഒരു എൻജോയ് മെമ്മറിയിലേക്കാണ്. രാത്രി ഇരുന്ന് ഹൊറർ സിനിമ കാണുന്നതിൻ്റെ. ഡോറിലേക്ക് കടക്കും മുന്നേ അലർച്ചി നിലവിളിയൊക്കെ കേട്ട് മാക്സ് അവളെ ധൈര്യപ്പെടുത്തുന്നത് ഇതെല്ലാം ഓർമ്മകളായതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്ന ഒന്നും വരാൻ പോടില്ലെന്നും. രാത്രി ഇരുന്ന് ടി വി കാണുന്ന ആ മെമ്മറി പക്ഷേ ഹോളിക്ക് ഹെൻറിയെ കണ്ടുമുട്ടതിന് മുന്നേ ഉള്ളതാണ്. ഇത് കേൾക്കുന്ന മാക്സിന് കാര്യം മനസ്സിലായി. അതായത് ഹോളി അയാളെ കാണും മുന്നേ തന്നെ ഹെൻറി വാച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവിടെ നേരെ ആ മെമ്മറിക്കുള്ളിലെ ട്രേസ് പിടിച്ച് നേരെ ആ ഫസ്റ്റ് മീറ്റിലേക്ക്. ഹോളി ഓർത്തെടുക്കുന്നത് അത് സ്കൂൾ ലൈബ്രറിയിൽ വെച്ചാണ്. അവിടെ ദ റിങ്കിൾ ഇൻ ടൈം ബുക്കും വായിച്ചിരിക്കെ അന്നാദ്യമായി ഹെൻറി ഹോളിക്ക് മുന്നിലേക്ക് എത്തി. ആ മെമ്മറിയുടെ ട്രേസ് വെച്ച് അവരടുത്ത മെമ്മറിയിലേക്ക് എത്തിപ്പറ്റി ഒടുവിൽ അന്നത്തെ പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് നടന്നതായി നമ്മൾ കണ്ടതിൻ്റെ ഓർമ്മയിലേക്ക് എത്തുകയാണ്. കളിച്ചുകൊണ്ടിരിക്കെ ദൂരെ നിന്ന് ഹെൻറി വിളിച്ച് സംസാരിക്കുന്ന മൊമെൻറ്റ്. ഇതായിരുന്നു ടീച്ചർ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതായി കണ്ടത്. ഇതിനു ശേഷമാണ് രാത്രി വീട്ടിൽ ഡെമോഗോർഗൻ എത്തി ഹോളിയെ പിടിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഈ മെമ്മറിയിൽ നിന്നും അടുത്തൊരു ഓർമ്മയിലേക്ക് പോകാനുള്ള ഒരു ട്രേസും കാണുന്നില്ല. അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുവാണ്. മാക്സിന് വെപ്രാളം കയറി ഇതിനിടയ്ക്ക് ഹെൻറി കണ്ട വേറെ ഏതെങ്കിലും ഓർമ്മ മറന്നുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ച് തലപോയി അങ്ങനെ നിൽക്കുവാണ്. കാരണം അത് ലിങ്ക് ചെയ്ത് അവസാനത്തെ പിടിച്ചുകൊണ്ടുവന്ന മെമ്മറിയിൽ എത്തിയാൽ മാത്രമേ രക്ഷപ്പെടാനുള്ള എക്സിറ്റ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഹോളിക്ക് എത്ര ആലോചിച്ചിട്ടും പിന്നീടുന്ന ഹെൻറി കണ്ടാതെ ഓർമ്മ കിട്ടുന്നേയില്ല. അങ്ങനെ ഇവിടെ വഴിമുട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ. ഡെമോഗോർഗൻസിന് ജീവൻ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് റേഡിയോ സ്റ്റേഷൻ. പണിയിലിരിക്കെ വില്ലും റോബിനും പരസ്പരം നന്ദി പറഞ്ഞ് കളിക്കുന്നുണ്ട്. അവളെ രക്ഷിച്ചതിന് വില്ലിനോട് നന്ദി പറയുമ്പോൾ തൻ്റെ ധൈര്യത്തെ തിരിച്ചറിയാൻ സാധിച്ചതിന് അവൻ റോബിനോട് അങ്ങോട്ട് നന്ദി പറഞ്ഞങ്ങനെ കുറച്ച് ടോക്സ്. റോബിൻ്റെ സ്വവർഗ താല്പര്യത്തെക്കുറിച്ച് അവൾക്കുണ്ടായിരുന്ന ഒരു അസ്വസ്ഥതയും നാണക്കേടുമൊക്കെ ഒരാളോട് മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ സ്വസ്ഥതയും റിലേഫിനെ കുറിച്ചൊക്കെ അവൾ പങ്കുവയ്ക്കുകയാണ്. ഇത് വില്ലിനോട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. അവളിനോടകം തന്നെ മൈക്കുമായുള്ള ഇടപെടലിൽ നിന്നും മറ്റുമൊക്കെ വില്ലും ഒരു സ്വവർഗ താല്പര്യനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ലോകത്തോട് തുറന്നു പറയാൻ അവൾ പറയാതെ പറയുവാണ്. ബൈ ദ വേ, റോബിൻ അവളുടെ സ്വവർഗ താല്പര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നമ്മുടെ സ്റ്റീവിനോടാണ്. ലാബിൽ ഒരു പണിയും ചെയ്യാതെ വെറുതെ പസിലും കറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റീവൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഗുണവുമില്ലാതെ വരുന്ന ഡസ്റ്റിനുമായി ഒന്നും രണ്ടും പറഞ്ഞ സംസാരമായി ആ ലാബിൽ മുട്ടനായിട്ട് നടക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അനത്തി കൊടുക്കുന്നു. ഇത്ര ദേഷ്യം വരാൻ കാരണം വേറൊന്നുമല്ല, നിന്റെ ബുദ്ധി വെച്ച് സമയം പാഴാക്കുവാണെന്ന് സ്റ്റീവ് പുച്ഛിച്ചു. എങ്കിൽ പിന്നെ ഹോളിയെ കണ്ടുപിടിക്കാൻ ശരിയായ വഴി നോക്കാതെ വെറുതെ സമയം കളയുന്ന നീയാണെന്ന് ഡസ്റ്റിനും. അങ്ങനെ സംസാരിച്ച് മുന്നേ ഹീറോ കളിക്കാൻ ഇറങ്ങിയാണ് ഡസ്റ്റിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന എഡ്ഡി മരിച്ചതെന്ന് സ്റ്റീവ് തുറന്നടിക്കുന്നു. കാരണം വേണ്ടാന്നവൻ താക്കീത് കൊടുത്തതാണ്, പക്ഷേ കേട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വികാരം മൂത്ത് ഡസ്റ്റിൻ കടന്നു കയറി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നതിനിടയ്ക്ക് പണ്ടരടങ്ങാനായിട്ട് വോക്കി ടോക്കിയും ആൻറ്റിനെയൊക്കെ ഇളകി പൊട്ടിപ്പോകുന്നുണ്ട്. ഒടുക്കം സ്റ്റീവ് മതി എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ് പിണങ്ങി പോകുമ്പോൾ മടുത്തെണിക്കുന്നത് ഡസ്റ്റിൻ തൊട്ടുപിറകിലായി ഒരു ഡോർ തുറന്നു കിടക്കുന്നത് കാണുന്നു. ഫൈറ്റിനിടയ്ക്ക് തട്ടി തുറക്കപ്പെട്ടതാണ്. അതവന് ഞെട്ടലുണ്ടാക്കുന്നേ ഉള്ളൂ. കാരണം ഓഫീസ് പോലുള്ള ആ റൂമിൽ നോക്കുമ്പോൾ കാണാം ഡസ്റ്റിൻ ഈ വോൾ ഓഫ് ഫ്ലഷ് സർക്കിളാണെന്ന് കണ്ടെത്തി വരച്ച അതേ ഡയഗ്രാം അവിടെയും ആരോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച കാലിയുടെ ഗതി വീണ്ടും വഷളായതെങ്ങനെയാണ്? ആൾ ഓടിക്കേറിയ ഒരു മുറിയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കിടത്തി ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ബ്ലഡ് കാലിയുടേതും. സംഭവം ഡോക്ടർ കെയുടെ സ്പെഷ്യൽ പ്രോജക്റ്റ് എന്നുള്ളത് ഇതായിരുന്നു. സ്പെഷ്യൽ പവറുള്ള കാലിയുടെ രക്തം ഗർഭിണികളുടെ ഞരമ്പിലേക്ക് എത്തിച്ച് അവർക്ക് ജനിക്കുന്ന കുട്ടികളെ സൈക്കിക് എബിലിറ്റീസ് ഉള്ളവരാക്കി എടുക്കുക. അതും ജസ്റ്റ് ഒന്നോ രണ്ടോ അല്ല, നിരവധി ഗർഭിണികളെ കണ്ടെത്തി അവരുടെ രക്തം ഇതുപോലെ ഇൻഫ്യൂസ് ചെയ്ത് പരീക്ഷണം നടത്തി വന്നതിൻ്റെയായിരുന്നു നിരന്തരം ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതെല്ലാം ഫെയിലിയർ ആയിരുന്നു. അവശരായി അവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അത്. അവിടെ വെച്ച് കാലി വീണ്ടും പിടിക്കപ്പെട്ട് തിരികെ കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ എലവനെ തിരയുന്നത് പരീക്ഷണം വിജയിപ്പിക്കാനുള്ള മറ്റൊരു ചാൻസിന് വേണ്ടിയാണ്. ഇവിടെ വെച്ച് എലവനൊരു സത്യം മനസ്സിലാക്കുകയാണ്. ഇവർക്കെല്ലാം ഈ പവർ ലഭിച്ചത് ഡ്രഗിലൂടെ ഒന്നുമല്ല, ഹെൻറിയിലൂടെയാണ്. അവൻ്റെ ബ്ലഡ് തങ്ങളുടെ എല്ലാം ശരീരത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഉള്ളത്. തീർച്ചയായും എലവനത് വിശ്വസിക്കാനേ വയ്യ. അവളത് തീർത്തും നിഷേധിക്കുന്നു. കാരണം ഏറ്റവും വലിയ ശത്രു കാരണമാണ് തനിക്ക് ഈ സൈക്കിക് എബിലിറ്റി വന്നതെന്ന് ഓർക്കുമ്പോൾ അതെന്ത് അരോചകമാണ്. കാലി എന്നിട്ട് അന്ന് തങ്ങളെ വെച്ച് ഡോക്ടർ മാർട്ടിൻ ബർണർ ചെയ്ത ആദ്യ എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ ഡോക്ടർ കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിനുവേണ്ടിയിട്ടാണ് എലവനെ പിടിക്കാൻ നടക്കുന്നതെന്നും വെളിപ്പെടുത്തുന്നു. എലവൻ വളരെ അപ്സെറ്റായി ഇറങ്ങി പോകുമ്പോൾ മറ്റൊരിടത്ത് മെമ്മറി വേൾഡിൽ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന മാക്സ് ഹോളിയോടായി ഒന്നുകൂടി ആ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുക്കാൻ പറയുകയാണ്. കാരണം ഇവിടെ നിന്നൊരു ട്രേസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എക്സിറ്റ് കണ്ടെത്താനും പറ്റില്ല, രക്ഷപ്പെടാനും നോ വേ.
അങ്ങനെ നിൽക്കെ ഹോളി ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. ആ കറങ്ങുന്ന സാധനത്തിൽ അവൾ തലവെച്ച് കിടന്ന ഭാഗം മഞ്ഞയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ മെമ്മറിയിൽ അതിൻ്റെ കളർ ഇതും. എന്തോ സംശയം തോന്നി കയ്യിലെ ഫയർ പോക്കർ വെച്ചത് പൊട്ടിക്കുമ്പോഴോ ദാണ്ട് അടുത്ത മെമ്മറിയിലേക്കുള്ള ട്രേസ്. ഇതെല്ലാം ഹെൻറിയുടെ വേലയാണ്. ഡെമോഗോർഗൻ എത്തുന്ന സമയത്തുള്ള ആ ക്രൂഷ്യൽ മെമ്മറിയാണത്. രണ്ടും കൽപ്പിച്ച് അവർ അതിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെക്കൻ ഡെറിക്കിൻ്റെ കാര്യം അവതാളത്തിലായിരിക്കുവാണ്. മുന്നേ മാക്സ് ഹോളിക്ക് കൊടുത്ത ആ മാപ്പ് വെച്ച് കാട്ടിലൂടെ ധൃതിക്ക് നടന്ന് ആ പാറയെടുക്കും മടയും കണ്ടെത്താൻ നോക്കുന്നതിനിടെ ഹെൻറി പിടികൂടുവാണ്. മാപ്പ് കണ്ട് അപ്പോൾ ആരോ പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അവനോട് സത്യം പറയാൻ ഭീഷണിപ്പെടുത്തുന്നത് കുടുംബത്തെ മൊത്തം കൊല്ലുമെന്ന് പറഞ്ഞ് കാട്ടിയും. പിന്നീട് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ അറിയുന്നത് വില്ലിൻ്റെ കണ്ണിലൂടെ. അതെങ്ങനെയെന്ന് നോക്കാം. റേഡിയോ ഷാക്കിലേക്ക് ഒരു ചത്ത ഡെമോഗോർഗനെ കൊണ്ടെത്തിച്ച് ടവറിനടുത്തായി മൊത്തം ആണി അടിച്ച് കിടത്തി വയറുകൾ കണക്ട് ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത് താഴെ വിൽ റെഡിയായിരിപ്പുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പോഴേ പുറത്തു കിടക്കണമെന്ന് ജോയ്സിൻ്റെ നിർദ്ദേശം. വിചാരിച്ച പോലെ നടന്നാൽ അത് ഡെമോഗോർഗന് ജീവൻ വെച്ചാൽ പിന്നെ ലൂക്കസിന് ഒന്നും നോക്കാനില്ല. അപകടമെന്ന് കണ്ടാൽ ഉടനെ കറണ്ട് കൂട്ടി എരിച്ച് പാർട്ടിക്കിൾസാക്കി അങ്ങ് കളയത്തേ ഉള്ളൂ. അങ്ങനെ റോബിൻ സർക്യൂട്ട് റൂമിൽ കയറി മീറ്റർ ഹാൻഡിൽ ചെയ്യുന്നതും ഡെമോയിലേക്ക് കറണ്ട് പ്രവഹിക്കാൻ ആരംഭിക്കുന്നു. ഏകദേശം പകുതി എത്തുമ്പോഴേക്കും സക്സസ്ഫുള്ളി ആ രാക്ഷസത്തിൻ്റെ ഞരമ്പുകളെല്ലാം വീണ്ടും ചലിച്ചു തുടങ്ങി വൈകാതെ ജീവൻ തിരിച്ചു വരികയാണ്. ഒട്ടും സമയം കളയാനില്ല. വിൽ സ്ട്രെയിൻ എടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഡെമോയുടെ മൈൻഡിലേക്ക് കയറി അതിലൂടെ നേരെ അപ്സൈഡ് ഡൗണിലേക്ക്. അവിടുന്ന് നേരെ റാൻഡമായി അവൻ എത്തുന്നതാകട്ടെ മുന്നേ ഒരിക്കൽ എത്തിപ്പെട്ട അതേ ഡെറിക്കിലേക്ക്. അവൻ തിരിച്ച് ക്രീൽ ഹൗസിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹെൻറിയോട് പറഞ്ഞുപോയി വേറെ വഴിയില്ലാതെ മാക്സിൻ്റെ ഹോളിഡേയും എസ്കേപ്പ് പ്ലാനെക്കുറിച്ച്. അങ്ങനെ ഇപ്പോൾ അവരെ തേടി പോയിരിക്കുകയാണ് ഹെൻറി. ഇത് വില്ല് മനസ്സിലാക്കി ടീമിനെ അറിയിക്കുമ്പോൾ ഇന്നേരം ആ ക്രൂഷ്യൽ മെമ്മറിയിൽ എത്തി നിൽക്കുവാണ് ആ രണ്ടുപേരും. ധീരയായി ചേർത്ത് നിന്ന ക്യാരനെ വീഴ്ത്തി ഹോളിയെ കൊണ്ടുപോകുന്ന കാഴ്ച ഭീകരതയോടെ കണ്ടു നിന്ന ശേഷം ആ പോയ പോർട്ടലിനടുത്തേക്ക് ചെല്ലുന്നു. അതാണ് എക്സിറ്റ്. മൊത്തം ചുവന്നിരുണ്ട് മേഘാവൃതമായി കിടപ്പുള്ള മാക്സിന് പരിചയമുള്ള ആ സ്പേസ്. വിരണ്ടു നിൽക്കുന്ന ഹോളിയെ പിടിച്ച് കടക്കാൻ ഒരുങ്ങുന്നതും ഡോർ ക്ലോസ്ഡ്. എത്തിയിരിക്കുന്നു ഹെൻറി. പോകരുതെന്ന് പറഞ്ഞ കാട്ടിലേക്ക് പോയതിന് ഹോളി സ്നേഹത്തോടെ ശകാരിച്ച ശേഷം ഒടുവിൽ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാക്സിനെ കൈകാര്യം ചെയ്യാൻ വെഗ്നിയുടെ രൂപം എടുക്കുകയാണ്. അവളെ പിടിച്ചെടുത്ത് കഴുത്ത് ഞെരിക്കുന്നതും റിയൽ വേൾഡിൽ കോമയുള്ള മാക്സിൽ അത് പ്രതിഫലിക്കുന്നു. ശ്വാസം മുട്ടിക്കുന്നതിലൂടെ അവളുടെ പൾസ് അതിവേഗം കുറഞ്ഞു കുറഞ്ഞ് നിലച്ചു പോകുന്ന അവസ്ഥ. വീണ്ടും അവൾ മരിച്ചിരിക്കുന്നു. അല്ല, മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു. വിൽ വീണ്ടും വില്ലനാവുന്ന മൊമെൻറ്റ്. തികച്ചും കരുത്തനായി അവൻ വെഗ്നയുടെ മൈൻഡിലേക്ക് കയറി പറ്റിയിരിക്കുന്നു. ഫൈനലി വെഗ്നയ്ക്ക് ഉള്ളിലെ ശക്തി കൺട്രോൾ ചെയ്ത് കുറയ്ക്കുന്നതിന് പിറകെ കാലൊടിക്കുന്നതും മാക്സ് തെറിച്ചു മാറുകയാണ്. എന്നിട്ട് വിൽ ചെയ്യുന്നതോ വെഗ്നയെ കുറച്ച് നിമിഷത്തിലേക്കെങ്കിലും കൺട്രോൾ ചെയ്ത് മാക്സിനോടായി ഓടിപ്പോവെന്ന് പറയുന്നു. അവരങ്ങനെ അവിടെ നിന്ന് ഓടുമ്പോൾ ഇത് വെഗ്നയ്ക്ക് ഒരു ഷോക്കിംഗ് മൊമെൻ്റാണ്. കാരണം വെറും അഷു എന്ന് കരുതിയിരുന്ന വിൽ ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നതെന്ന് നോക്കണേ. ഉടൻ തന്നെ വെഗ്ന തിരികെ ഹെൻറി ആകുന്നതും അവൻ വില്ലിനെ മൈൻഡിൽ നിന്നും അടിച്ചെറിയുകയാണ്. വിൽ തെറിച്ചു വീണ് ബോധം പോകുമ്പോൾ ലൂക്കസ് പിന്നൊന്നും നോക്കാതെ റൂമിനെ കൊണ്ട് മീറ്റർ ഫുള്ളാക്കി മാക്സിമം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആ ഡെമോഗോർഗനെ കരിച്ച് പൊരിച്ച് പൊടിച്ച് കളയുന്നു. എന്നാലും ഈ ഒരു അറ്റംപ്റ്റ് കൊണ്ട് മാക്സിന് ജീവൻ തിരിച്ചു കിട്ടി. ഒപ്പം ലൂക്കസിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അതും ഡസ്റ്റിൻ്റെ ഒരു ക്രൂഷ്യൽ തിരിച്ചറിവോടെ. ജൊനാഥൻ നാൻസി മൊത്ത് റൂഫ് സ്പേസിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ഉരുകിക്കിടക്കുവാണ്. ആ ബിൽഡിംഗ് എല്ലാം ഉരുകിക്കൊണ്ടിരിക്കുന്ന പോലത്തെ അവസ്ഥ. നാൻസി അവിടെ മൊത്തം ടോർച്ച് അടിക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നു. വെറുതെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും ടോർച്ച് അടിക്കുമ്പോൾ കാണാം എന്തിനോ തട്ടി പ്രതിഫലിക്കുന്ന പോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള എന്തോ ഒരു വസ്തു. അങ്ങനെ അവർ വൈകാതെ കണ്ടെത്തുകയാണ് അതൊരു ഗോള രൂപത്തിലുള്ള എനർജി ഫീൽഡാണ്. ഇക്കാര്യം ഉടൻ തന്നെ താഴെയുള്ള ഗ്രൂപ്പിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ എടുക്കുമ്പോൾ ഡസ്റ്റിൻ ആ ഓഫീസിലെ കുറേ നോട്ട്സിലൂടെ അന്വേഷിക്കുന്നതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ച് അന്തിച്ചു നിൽക്കുന്ന സമയവും ജൊനാഥൻ വോക്കി ടോക്കിലൂടെ ഞങ്ങൾ കണ്ടെത്തി, ആ ഷീൽഡ് ജനറേറ്റർ ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നതിന് മറുപടിയായി നല്ല ടെൻഷനിൽ ഡസ്റ്റിൻ ഒന്നും ചെയ്യരുത്, അത് അപകടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആൻറ്റിനെ ഒടിഞ്ഞുപോയ റേഡിയോ വഴി അത് ക്ലിയറായി കേൾക്കുന്നുമില്ല. ജൊനാഥൻ കട്ടിയായിട്ട് ഡസ്റ്റിന് മുന്നേ പറഞ്ഞ പ്രകാരം അത് നശിപ്പിക്കാൻ ഒരുങ്ങുവാണ്. നാൻസി ഷോട്ട് ഗൺ എടുത്ത് വെടിയുണ്ട് നിറയ്ക്കുമ്പോൾ ഡസ്റ്റിൻ മരണപ്രാളത്തിൽ റേഡിയോ സെറ്റാക്കാൻ നോക്കി ഓടുന്ന എന്ത് പറഞ്ഞിട്ടെന്നോ, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നെന്നും അതിലേക്കൊരു ക്ഷതവും ഏൽപ്പിക്കരുത്, കാരണം അത് വോൾ ഓഫ് ഫ്ലഷ് എന്ന ഷീൽഡിൻ്റെ ജനറേറ്റർ അല്ല, അത് നശിച്ചാൽ നമ്മളും ഹോളിയും എല്ലാവരും മരിക്കുമെന്ന് അലറിക്കൊണ്ട് ഓടി അടുക്കുവാണ്. അപ്പോൾ ഇവർക്ക് മുന്നിലുള്ളത് അപ്സൈഡ് ഡൗൺ ഏതോ ഹൈലി ഇമ്പോർട്ടൻറ്റ് സംഭവമാണെന്ന് ഉറപ്പാണ്. നാൻസി വെടി വയ്ക്കുമോ? ഡസ്റ്റിൻ എന്തായിരിക്കുമോ കണ്ടുപിടിച്ചത്? അറിയാമെങ്കിലും പറയണ്ട. അടുത്ത എപ്പിസോഡുമായി എന്തായാലും കാത്തിരുന്ന് കാണാം.